വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ വിജ്ഞാപനം നീളുന്നു. ഫിഷറീസ് ലീഗിന് നൽകുന്നതിൽ കോൺഗ്രസിൽ എതിർപ്പെന്ന സൂചന. ഫിഷറീസ് വകുപ്പ് തന്നാലേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടു നൽകൂ എന്ന നിലപാടിൽ ലീഗ്. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയെന്ന കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് തീരമേഖലയിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്. പെട്രോളിനും ഡീസലിനും 90 പൈസ വീതം കൂടി. ഒരാഴ്ചക്കിടെ വില കൂടുന്നത് 2ാം തവണ. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ല എന്നാവർത്തിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലേക്കുള്ള ഇന്ധനവുമായി ഒരു കപ്പൽ കൂടി ഹോർമൂസ് കടലിടുക്ക് കടന്നു. യുഎസിലെ സാന്റിയാഗോയിൽ ഇസ്ലാമിക് സെന്ററിൽ വംശീയാക്രമണം. സുരക്ഷാ ജീവനക്കാരനടക്കം 3 പേർ കൊല്ലപ്പെട്ടു. 2 അക്രമികൾ സ്വയം വെടിവെച്ചു മരിച്ച നിലയിൽ. ഇറാനെ 24 മണിക്കൂറിനകം ആക്രമിക്കുമെന്ന പ്രഖ്യാപനം താൽക്കാലികമായി പിൻവലിച്ച അമേരിക്ക. നീക്കം ഖത്തർ, സൗദി, UAE എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച്. സഖ്യരാജ്യങ്ങൾക്ക് സ്വീകാര്യമായ കരാർ ഉണ്ടാക്കുമെന്ന് ട്രംപ്. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം. ഇന്നലെ അറസ്റ്റിലായ സിന്ധു, അലീന എന്നിവരുടെ മൊഴികളിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത. പരാതിക്കാരിയെ മോഡലിംഗിന് എന്ന വ്യാജേന വിദേശത്തെത്തിച്ച് ലൈംഗികമായി ഉപയോഗിച്ചുവെന്ന് പരാതി. ഫിഫ ലോകകപ്പിനുള്ള ബ്രസീൽ ടീമിൽ ഇടം നേടി നെയ്മർ. റോഡ്രിഗോ, മിലിറ്റാഡോ, എസ്തവാഡോ, പെട്രോ സാന്റോസ് എന്നിവരെ ഒഴിവാക്കി. IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്ലേ ഓഫിൽ ചെന്നൈക്കെതിരെ 5 വിക്കറ്റ് ജയം. ഇന്ന് രാജസ്ഥാൻ റോയൽസ്, ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം.